രണ്ട് തലമുറയിലെ ആക്ടേഴ്സ് ഒന്നിച്ച് അഭിനയിച്ച് എങ്ങനെയുണ്ടാവും? അതിനുള്ള ഉത്തരമാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റോ ടോമി. ഇന്ന് ആ സിനിമയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഉർവശി, പാർവതി ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയെ ടോട്ടലി ഷോൾഡർ ചെയ്ത് നിർത്തുന്നത്. രണ്ടുപേരും അങ്ങോട്ട് ജീവിക്കുകയായിരുന്നു സ്ക്രീനിൽ. ഇങ്ങനത്തെ ഒരു അമ്മായിമ്മേനെ മരുമകളെ നമ്മൾ വേറൊരു സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല. രണ്ടുപേരും അങ്ങോട്ട് കട്ടയ്ക്ക് നിന്നങ്ങോട്ട് അഭിനയിക്കുകയായിരുന്നു. കുട്ടനാട്ടിലെ ഒരു സാധാ വീട്ടമ്മയാണ് ലീലാമ്മ. അവരുടെ മകൻ തോമസ് കുട്ടി, ഭാര്യ അഞ്ചു. ഇവരുടെ വീട്ടിലൊരു മരണം നടക്കുകയും എന്നാൽ മഴ പെയ്ത് വെള്ളം ഇറങ്ങാത്തത് കൊണ്ട് ശവമടക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയുമാണ്. ആ ദിവസങ്ങളിൽ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഓരോ സമയത്ത് പുറത്തു വരുന്ന ഓരോരോ രഹസ്യങ്ങളുമാണ് ഡയറക്ടർ നമ്മുടെ മുമ്പിലേക്ക് നീട്ടുന്നത്. വളരെ ഇൻറ്റൻസ് ആയൊരു ഫാമിലി ഡ്രാമയാണ് ഉള്ളൊഴുക്ക്. എല്ലാ തരം പ്രേക്ഷകരെയും ഒരേപോലെ എൻ്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് ഒരു സിനിമയല്ല ഇത്. നമ്മളെ ഓരോ സീനിലും ഇമോഷണലി പുള്ള് ചെയ്യുന്ന രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിർത്താതെ പെയ്യുന്ന ആ മഴയും ഓരോ ക്യാരക്ടറും ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഒരു ടെൻഷനും നല്ല BGMൻ്റെ സഹായത്തോടു കൂടി കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയാം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉണ്ട്, എന്നാൽ അത് വീഡിയോയുടെ അവസാനം പറയാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒന്നാമത്തെ കാര്യം പെർഫോമൻസ് തന്നെയാണ്. പാർവതിനെയും ഉർവശിനെയും ഒരേ സമയം സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് സിനിമ എനിക്ക് ആദ്യം കാണാൻ തോന്നിയത്. എന്നാൽ എന്നെ ട്രെയിലർ കണ്ടതോടുകൂടി ആ എക്സൈറ്റ്മെൻറ്റ് ആക്ച്വലി ഡബിളായി. സിനിമ എന്നെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും ചേർന്ന്. അതേപോലെ തന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് വന്ന എല്ലാവരും അവരുടെ റോള് നല്ല ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെയും മോശം പറയാൻ പറ്റില്ല. കുട്ടനാട്ടിലെ ഒരു ചെറിയ വീടും അതിൻ്റെ പരിസരത്ത് നടക്കുന്നൊരു കഥയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ക്യാമറാമാൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരേ ആംഗിൾ തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ ചാലഞ്ച് ഏറ്റെടുത്തിട്ട് ഒരു തരത്തിൽ നമുക്ക് സെയിം ഷോട്ട് റിപ്പീറ്റ് ചെയ്യാതെ ഒരു ബ്രില്യൻറ്റ് വർക്കാണ് ഇതിൻ്റെ ക്യാമറാമാൻ ഷഹാദ് ജലാൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്കും ഡീറ്റെയിലിംഗ് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ ഒരു അലമാര തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും, അതെല്ലാം ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വയ്യാതെ കിടക്കുന്ന ഒരാളുടെ ആ മുറിയിൽ എന്തൊക്കെ കാണാൻ സാധിക്കും അതും. അതുപോലെ തന്നെ ഒരു ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു റൂമിൽ എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, അലസമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രോപ്പർലി ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള മുഹമ്മദ് ബാബ എന്ന് പറയുന്ന വ്യക്തി നല്ല ബ്രില്യൻ്റായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കറൻലി ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഷിൻ ശ്യാമിൻ്റെ എന്ന് പറയേണ്ടി വരും. കാരണം ചെയ്ത വർക്കുകളൊക്കെ പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് സുഷിൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സെലക്ഷനാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഈ സിനിമ. കാരണം ആ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഇമോഷനും അവർ കൊണ്ടുനടക്കുന്ന ടെൻഷനും എന്നാൽ അവർ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാതെ കൊണ്ടുനടക്കുന്ന രഹസ്യങ്ങളും ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയായ ഫീല് നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ പങ്കുവച്ചിട്ടുള്ള സുഷിൻ്റെ മ്യൂസിക്കാണ്. എല്ലായിടത്തും വാരിക്കോരി മ്യൂസിക് ഇടാതെ വേണ്ടിടത്ത് മാത്രം മ്യൂസിക് ഇട്ട് ആവശ്യമുള്ള സ്ഥലത്ത് സൈലൻസും പ്രൊവൈഡ് ചെയ്ത് ഒരു പ്രോപ്പർ സ്കോറിംഗ് ആണ് സുഷിൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതും ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മഴയുടെ സൗണ്ട് ഡിസൈനും എല്ലാം കൂടി വരുമ്പോൾ നമ്മളെ ആ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കും ഇടയ്ക്ക് ഇത്തിരി ക്ലോസ്ട്രോഫോബിക്കായിട്ട് തോന്നും. കാരണം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റൂമും ഈ മുറികളും ഈ വീടിൻ്റെ പരിസരവും തന്നെയാണ്. അപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് തോന്നുന്ന അതേ ഫീൽ തന്നെ നമുക്കും തോന്നും. അപ്പോൾ അതിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറായിട്ടുള്ളത് ഇതിൻ്റെ മ്യൂസിക്കും പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർ തീർച്ചയായിട്ടും ഒരു കൈയ്യടി അർഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് വരാം. ഏത് റോള് കൊടുത്താലും ആ ക്യാരക്ടറായിട്ട് ജീവിക്കുന്ന ഒരു ആക്ടറാണ് അർജുൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരു യൂണീക്കായിട്ടുള്ള വോയിസ് ഉണ്ട്. ആ ഒരു ബേസുള്ളൊരു വോയിസ് അദ്ദേഹത്തിന് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് പകരം അത് ഡബ് ചെയ്തിട്ടുള്ളത് റോഷൻ മാത്യു ആണ്. അപ്പോൾ നമുക്ക് അർജുൻ്റെ വോയിസ് നമുക്ക് ഫെമിലിയറാണ്, റോഷൻ്റെ നമുക്ക് ഫെമിലിയറാണ്. റോഷൻ നല്ല പെർഫെക്റ്റ്ലി ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അർജുൻ്റെ ആ ഒരു വോയിസ് ഇതിനകത്ത് യൂസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അടുത്തത് പറയാനാണെങ്കിൽ ഇൻ്റർവെല്ലാണ്. അതായത് ഈ സിനിമയ്ക്ക് ഇൻ്റർവെല്ലിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ 2 hours ഉള്ളൊരു സിനിമയിൽ നമ്മൾ ഇൻറ്റൻസിറ്റിയോട് കൂടി ഇമോഷണലായിട്ട് നമ്മൾ കഥയിലേക്ക് ഇന്നായ ശേഷം പെട്ടെന്നൊരു ബ്രേക്ക് പോലെ ആ ഇൻ്റർവെല്ല് വരുന്നത്, അത് എനിക്ക് പേഴ്സണലി അത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എനിക്ക് ആ ഇൻ്റർവെല്ല് ഇല്ലാതെ കാണാനായിരുന്നു ഈ സിനിമ എനിക്ക് താല്പര്യം. മൂന്നാമത്തേത് മേക്കപ്പാണ്. ഇതിനകത്ത് എവിടെയും നമുക്ക് മേക്കപ്പ് ഫീൽ ചെയ്യില്ല. അത് തന്നെയാണ് എൻ്റെ ഒരു വലിയൊരു നെഗറ്റീവ്. അതായത് വേറെ എത്രയോ സിനിമകളിൽ മേക്കപ്പ് മുടി നരപ്പിച്ച് എന്തോരം എഫേർട്ടിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നു. ഈ സിനിമയിൽ അങ്ങനത്തെ മേക്കപ്പ് ഒന്നുമില്ല. സോ ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുള്ളി പോർട്രേഡ് ഒരു ഇമോഷണൽ ജേണിയാണ് ക്രിസ്റ്റോ ടോമി നമുക്ക് വേണ്ടി ഈ സിനിമ വഴി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിലെങ്കിൽ പോലും ആ സൈനൈഡ് സ്റ്റോറി എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ റേഞ്ച്. അപ്പോൾ ഇത് എല്ലാതരം പ്രേക്ഷകർക്കും വേണ്ടിയിട്ടുള്ള സിനിമയെല്ലാം ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്. ഇതേപോലത്തെ ഇൻറ്റൻസ് ആയിട്ടുള്ള കുറച്ച് ഡാർക്കായിട്ടുള്ള ഡ്രാമ നമുക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു അനുഭവമായിരിക്കും തരാൻ പോകുന്നത്. എന്നെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുത്തി, എന്നെ ഇത് ഇമ്പ്രസ് ചെയ്യിച്ച ഒരു സിനിമയാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളി പെർഫോമൻസസും പാർവതിയുടെയും ഉർവശിയുടെയും അലൻസിയറിൻ്റെയും പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ ഇവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
എന്നത് ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഞാനതിൽ ഹാറ്റ്സ് ഓഫ്. സോ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനത്തെ സിനിമകളോട് താല്പര്യമുള്ള ആഗ്രഹമുള്ളവർ മാത്രം ഈ സിനിമ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ ഇതായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ സിനിമയെ പറ്റി. സോ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളത് കൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.